ഇപ്പോൾ വി.ഡി. സതീശന്റെ പ്രതികരണം വരുന്നു. കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയമായി വേട്ടയാടാൻ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേസിനെ നിയമപരമായി നേരിടും. അന്വേഷണം നിഷ്പക്ഷമല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വയനാട് DCCയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. സത്യസന്ധവും നീതിപൂർവവുമായ നടപടികൾ മാത്രമാണ് പാർട്ടി സ്വീകരിക്കുക. ഒരു വിട്ടുവീഴ്ചയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വമില്ലേ? കുടുംബം കൊണ്ടൊന്നും നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ല, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി, മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചന. അത് പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ, അവർ അന്വേഷിച്ചോട്ടെ. എന്താ ശരിയാണ്, ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ? അവർ അന്വേഷിക്കട്ടെ. ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. നമ്മളോട് രാജ്യം വിട്ടു പോകണമെന്നില്ല. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ പറയും. നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലാണ്, അക്കാര്യത്തിലുണ്ടാവും. ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ. ഋഷിപാൽ. നേരത്തെ ഈ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്ന നിലപാടായിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നത്. ഈ കുടുംബം വന്ന് തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നോട് സംസാരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിപ്പോൾ ആ ആരോപണങ്ങളെല്ലാം പിൻവലിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇതിലെ അപകടം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അച്ചടക്ക സമിതി വളരെ വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നു, കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുന്നു. ഇതുവരെ ഇല്ലാത്തൊരു വേഗം ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ റോഷിപാൽ? അത് ഈ FIR ഇടുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്താണോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? എന്താണ് റോഷിപാൽ? അരുൺകുമാർ, നേരത്തെയുള്ള സമീപനമല്ല കോൺഗ്രസ് നേതാക്കൾക്ക്. കാരണം വയനാട് നിയമന വിവാദവും NM വിജയൻ്റെ ആത്മഹത്യയും അത് വലിയ തിരിച്ചടിയാകും വരും ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം വളരെ പെട്ടെന്ന് ഇടപെട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതി നേരത്തെ 12-ന് തിരുവനന്തപുരത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്ക് പോകാമെന്നായിരുന്നു ആലോചിച്ചത്. പക്ഷേ പിന്നീട് വിഷയം ആളിക്കത്തി തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് LDF നേതൃത്വം അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കിയാണ് വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ 4-അംഗ സമിതിയെ വയനാട്ടിലേക്ക് പറഞ്ഞയച്ചത്. കുടുംബവുമായി ആശയവിനിമയം നടത്തി. ഏതായാലും ഇന്ന് KPCC യോഗം, ഭാരവാഹികളുടെ യോഗം, ജില്ലാധ്യക്ഷന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് ഇന്ദിരാഭവനിൽ നടക്കുന്നുണ്ട്. ആ യോഗത്തിലും അടക്കം ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് ഈ വയനാട് ഈ വിവാദമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് ഗൗരവത്തോടെ തന്നെയാണ് നേതാക്കൾ കാണുന്നത്. കാരണം വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, 2 മുൻ DCC അധ്യക്ഷനാണ് IC ബാലകൃഷ്ണൻ, നിലവിലെ അധ്യക്ഷൻ. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ അത് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയടക്കം KPCC ആസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ കുടുംബത്തിൻ്റെ പരാതി ഗൗരവത്തോടെ കാണാതിരുന്ന നേതൃത്വം അത് ഗൗരവത്തോടെ കണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഈ കുടുംബത്തെ നേരിൽ കാണുമെന്ന് പറഞ്ഞത്. ഒപ്പം കുടുംബത്തിൻ്റെ ആ സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തു. അതിനുള്ള വിശദീകരണമായി പ്രതിപക്ഷ നേതാവ് പറയുന്നത് തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വന്ന ആ ബാധ്യത തീർക്കേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ ബാധ്യത ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നാണ്. ഏതായാലും അന്വേഷണം ഒരു ഭാഗത്ത് പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ കൈമാറാനുള്ള നിർദ്ദേശം KPCC അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിട്ടുമുണ്ട്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.